ബീഹാറിൽ ബി.ജെ.പിയും ജെ.ഡി.യുവും ചേർന്നുകൊണ്ട് ഭരണത്തിൽ എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറുന്നു, രാഷ്ട്രീയ ട്വിസ്റ്റുകൾ അരങ്ങേറുന്നു. അവിടെ 12 എം.എൽ.എമാരെ കാണാനില്ല. ഫെബ്രുവരി 12-നാണ് വിശ്വാസ വോട്ടെടുപ്പ് നിതീഷ് കുമാർ തേടേണ്ട ദിവസം. അതിന് തൊട്ട് മുമ്പ് തന്നെ ആർ.ജെ.ഡി. ലല്ലു പ്രസാദ് യാദവിൻ്റെ ആർ.ജെ.ഡി. 12 എം.എൽ.എമാരെ കാണാനില്ല എന്നുള്ള വാർത്ത തന്നെയാണ് ദേശീയതലത്തിൽ നിന്ന് വരുന്നത്. 79 എം.എൽ.എമാരാണ് ആർ.ജെ.ഡിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 67 ചുരുങ്ങിയിരിക്കുന്നു. ബി.ജെ.പിക്ക് 78 എം.എൽ.എമാരുണ്ട്. ഒരുപക്ഷെ ഈ 12 എം.എൽ.എമാർ ബി.ജെ.പിക്ക് ഒപ്പം ചേരുകയാണെങ്കിൽ ബി.ജെ.പിയുടെ അംഗസംഖ്യ 90 ഉയരും. 128 എം.എൽ.എമാർ ഉണ്ടെങ്കിൽ ബീഹാറിൽ ഭരണം നടത്താൻ കഴിയും. കോൺഗ്രസിൻ്റെ 10 എം.എൽ.എമാരുമായി നേരത്തെ ബി.ജെ.പി ചർച്ച നടത്തിയ വിവരം ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ജെ.ഡി.യു കൂടി പിളർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് ബി.ജെ.പി അധികാരത്തിൽ വരാനുള്ള നീക്കങ്ങളായിരിക്കും അണിയറയിൽ നടത്തുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് എങ്ങോട്ടും പോകാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ 12 എം.എൽ.എമാർ എങ്ങോട്ട് പോയി എന്നാണ് എല്ലാ പാർട്ടിയും തലപുണ്ണാക്കുന്നത്. നിതീഷ് കുമാർ ആശങ്കയോടെ കാണുന്നത് ഈ എം.എൽ.എമാരെ ബി.ജെ.പി എടുക്കുകയാണെങ്കിൽ ഇനിയൊരു ഭരണം വന്നാലും വലിയ റോളൊന്നും നിതീഷ് കുമാറിന് കാണില്ല. ഏത് നിമിഷവും ഭരണം മറിച്ചിട്ട് ബി.ജെ.പി അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഏറെയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.